പ്രിയമുള്ളവരെ, നമ്മൾ NMMS എക്സാമിൻ്റെ പരീക്ഷ ഡിസംബർ മാസം ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാറ്റിലും സാറ്റിലും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ മാറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ നമ്മൾ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ആണ്. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കണ്ടേ, ഇതൊരു പാറ്റേൺ ആണല്ലേ. 2, 4, 6, 8 നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണല്ലേ. ഇത് ഈവൺ നമ്പറാണ്. ഇപ്പോൾ 2 കൂടിയാണ് വരുന്നത്. അപ്പോൾ 2 കൂടി 4, 4, 6, 8. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? ഉറപ്പായിട്ടും അത് 2 കൂടി 10 ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ, 10. ഓക്കെ, എളുപ്പമല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള കുറേയേറെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകും, അതുപോലെ തന്നെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിർബന്ധമായിട്ടും എഴുതണം. അതുകൊണ്ട് ഇപ്പോൾ ഇത് വളരെ സിമ്പിളാണ് എന്നോർത്ത് ഇത് വരികയില്ല എന്ന് വിചാരിക്കുക. ഇതേ രീതിയിലുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. എന്താണ്? 3, 6, 9, 12. നോക്കുമ്പോൾ കാണാം ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്, അല്ലെങ്കിൽ 3 കൂടിയാണ് വരുന്നത്. 6, 9, 12. അപ്പോൾ 3 കൂടുമ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 15 അല്ലേ. ഓക്കെ, അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1, 4, 9, 16 ഡാഷ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നു അല്ലേ? ഉറപ്പല്ലേ? നിങ്ങളുടെ മനസ്സിൽ ആൻസർ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ആൻസർ എഴുതി കാണും. 1ൻ്റെ സ്ക്വയർഡ് 1, 2ൻ്റെ സ്ക്വയർഡ് 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. എങ്കിൽ 5ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? ഉറപ്പായിട്ടും എത്രയാണ്? 25. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. എന്താണ്? 1, 3, 6, 10 ഡാഷ് അല്ലേ. നിങ്ങൾ നോക്കണ്ടേ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 1 3 ആകാനായിട്ട് 2 കൂടി, 3 6 ആകാനായിട്ട് 3 കൂടി, 6 10 ആകാനായിട്ട് 4 കൂടി. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇപ്പോൾ 2, 3, 4 ഈ ക്രമത്തിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 2, 3, 4 അടുത്തത് 5 കൂടേണ്ടത് അല്ലേ. 10ൻ്റെ കൂടെ 5 കൂടുമ്പോൾ ഏതായിരിക്കും? 10 + 5, ആൻസർ 15. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ്? 1, 8, 27, 64. നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. 1 എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബാണ്. 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ് അല്ലേ. 1 × 1 × 1 1 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 × 2 × 2 8. ഇത് 27 എന്ന് പറയുമ്പോൾ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 3 × 3 × 3 3 3 9 9 3 27. അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഉറപ്പായിട്ട് 4 ക്യൂബ് ആയിരിക്കും അല്ലേ. അതായത് 4 × 4 × 4 4 4 16 16 4 64. അപ്പോൾ അടുത്ത ഉറപ്പായിട്ടും എത്രയായിരിക്കും? 5ൻ്റെ ക്യൂബ് ആയിരിക്കും. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 5 × 5. 3 പ്രാവശ്യം 5 എഴുതി ഗുണിക്കുക. 5 5 25 25 5 125. ഇവിടെ ഉണ്ടോ 125? ഉണ്ടല്ലോ. യെസ്, ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ മാറ്റിൽ വരുന്ന സാറ്റിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ഈ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് തരും. അപ്പോൾ വീഡിയോ കാണുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.